പേരാവൂരിലെ പരാജയം ശൈലജ ടീച്ചറുടെ തുറന്നു പറച്ചിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നു. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി KK ശൈലജ ടീച്ചർ. തനിക്ക് മത്സര രംഗത്തിറങ്ങാൻ താല്പര്യമില്ലായിരുന്നുവെന്നും പാർട്ടി നിർബന്ധത്തിന് വഴങ്ങിയാണ് മത്സരിച്ചതെന്നും ശൈലജ ടീച്ചർ യോഗത്തിൽ തുറന്നടിച്ചു. താൻ അവിടെ പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും മുൻകൂട്ടി അറിയാമെന്നുമായിരുന്നു, തന്റെ വിജയം ഉറപ്പില്ലാത്ത മണ്ഡലത്തിൽ തന്നെ മനഃപൂർവ്വം ഇറക്കിയതാണെന്നുമുള്ള രീതിയിലുള്ള സൂചനകളാണ് ടീച്ചറുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച തനിക്ക് ഇത്തവണ പേരാവൂർ പോലുള്ള CPIM കോട്ടകളിൽ നിന്ന് പോലും വോട്ട് നേടാനായില്ല എന്നത് പാർട്ടി അണികളെയും നേതൃത്വത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. 1500 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിടത്താണ് ടീച്ചർക്ക് കാലിടറിയത്. സണ്ണി ജോസഫിന്റെ മുന്നേറ്റത്തിന് തടയിടാൻ CPIM ശക്തി കേന്ദ്രങ്ങളായ ഇരിട്ടി നഗരസഭയിലോ മുഴുക്കുന്ന് പഞ്ചായത്തിലോ ശൈലജ ടീച്ചർക്ക് സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. മത്സര രംഗത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സണ്ണി ജോസഫ് ആധികാരികമായ മേധാവിത്വമാണ് പുലർത്തിയിരിക്കുന്നത്. ശൈലജ ടീച്ചർക്ക് സ്വാധീനമുണ്ടെന്ന് കരുതിയ മേഖലകളിൽ പോലും വോട്ടുകൾ ചോർന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണോ അതോ ഭരണവിരുദ്ധ വികാരമാണോ എന്ന ചർച്ചകൾക്കും ഇത് വഴിമരുന്നിട്ടു. 32 ബൂത്തുകളുള്ള ഇരിട്ടി നഗരസഭയിൽ 20 ബൂത്തുകളിലും സണ്ണി ജോസഫ് മികച്ച ലീഡ് നേടിയത് UDFന് വലിയ കരുത്തായി. ശൈലജ ടീച്ചറെ പോലെ ജനപ്രിയതയുള്ളൊരു നേതാവിന് സ്വന്തം ജില്ലയിലെ അയൽ മണ്ഡലത്തിൽ ഇത്തരമൊരു പരാജയം നേരിടേണ്ടി വന്നത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് അകത്തും പുറത്തും ഈ പരാജയത്തെക്കുറിച്ചുള്ള പരിശോധനകൾ കടുക്കുമെന്നുറപ്പാണ്. നേതൃത്വത്തിന്റെ അടിച്ചേൽപ്പിക്കലുകൾ തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് CPM നേതൃത്വം മറുപടി പറയേണ്ടി വരും.